കൊല്ലത്ത് ഒരു കൊച്ച് കുളിക്കാൻ പോയി. കുളിക്കാൻ പോയപ്പോൾ ആരണ്ട് ഫോട്ടോ എടുത്തു. എന്നിട്ട് ആ ഫോട്ടോ കാണിച്ചിട്ട് വന്ന് ഞാൻ ഇതെല്ലാം നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കും, ഞാൻ ഏറി കയറ്റും, മര്യാദയ്ക്ക് എനിക്ക് ഇത്തിരി കളി തരുമെന്ന് ചോദിച്ചു. കൊച്ചു കളിക്കാനും പോയി. അങ്ങനെ അവരൊക്കെ കളിച്ച് വന്നപ്പോൾ ചെറുക്കനെനിക്ക് കളിയുടെ ഇത് മുറ്റിയപ്പോൾ ഈ സാധാരണ ഈ പ്രായത്തിലുള്ള പരുവത്തിലുള്ള പിള്ളേരൊക്കെ എങ്ങനെയാണ്, അവർ കളിച്ച കാര്യമൊക്കെ കൂട്ടുകാരന്മാരുടെ അടുത്ത് പറയും. അപ്പോൾ കൂട്ടുകാർ വന്ന് അമ്മക്കും കൂടെ കളിക്കാനൊരു ഇതുണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ അവരെയും കൊണ്ടുവന്ന് അവരെയും കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ പെങ്കൊച്ചിന് ദേഷ്യം പിടിച്ചിട്ട് പെങ്കൊച്ച് കേസ് കൊടുത്തു. ഇതാണ് കഥ. നിങ്ങൾ കേട്ടു നോക്ക്. എനിക്കിതിനകത്ത് ഭയങ്കരമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ സംശയങ്ങളാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് ചെറിയ ഡൗട്ട്സൊക്കെ ഉണ്ട്. ആക്ച്വലി ഞാനും ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നത്തിലൂടെ പാസ് ത്രൂ ആയിട്ടുണ്ട്. ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ കുളിപ്പര സീനാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്നായിരുന്നു. ഞാൻ പോയി ഒരു ഇൻഡാസ് എഴുതി അങ്ങ് പോലീസിൻ്റെ കൊടുത്ത് അവൻ്റെ കുളിപ്പര സീൻ അതോടെ തീർന്നു. മറ്റേത് നിൻ്റെ കുളിപ്പര സീൻ എൻ്റെ കയ്യിലുണ്ട് കെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. ആ കുളിപ്പര സീൻ അവൻ്റെ ഇരുന്ന എന്ത് വാഴയാ കൊണ്ടുപോടാ, നീ കുളിപ്പര സീനും കൊണ്ടിരുന്ന് കണ്ട് ആസ്വദിച്ച് അത്രയേ ഉള്ളൂ. ഇത് ഒരു ആളുടെ ബോഡി പാർട്ട് കണ്ടു അല്ലെങ്കിൽ അത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പല മെയിൻ സ്ട്രീമിരിക്കുന്ന നടിമാരുടെയൊക്കെ ഉണ്ട്, പല രീതിയിലുള്ള പല സാധനങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങ് തീർന്നു. എനിക്കിതിനകത്ത് വിരുദ്ധാഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഞാൻ എത്ര സില്ലിയായിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നണ്ട. നിങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കാണുന്ന ഒരു കാര്യം, സൈബർ ബുള്ളിങ്ങിൽ എന്നെ എടുത്ത് പറഞ്ഞത് എൻ്റെ തുണിയില്ലാത്ത ഫോട്ടോ ഉണ്ടെന്ന്. ഞാൻ ജനിച്ചപ്പോൾ തുണിയോടുകൂടിയല്ല ജനിച്ചത്. അപ്പോൾ തുണിയില്ലാത്തത് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ആ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്കൊരു വാഴകയില്ല. ഉണ്ട് എന്നവർ അവകാശപ്പെടുന്നിടത്തുനിന്ന് അത് ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു എന്നുള്ളതും കൂടെ കൊണ്ടുവന്ന് വയ്ക്കണം. അങ്ങനെ ഒരു വാഴ ഇല്ലാത്തടത്ത് ഒന്നും പറയാനുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം. നമ്മുടെ പേഴ്സണൽ വിഷയമൊക്കെ മാറിയിരിക്കട്ടെ. ഓക്കെ, ഇത് കേൾക്കാം. ചേച്ചിക്ക് എന്തോ പറയട്ടെ, കേൾക്കാം. ചേച്ചി പറഞ്ഞോളാം. ആദ്യം പണം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ജോലിക്ക് പോകണില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞ് കാശ് മേടിക്കാൻ പറ്റും. അല്ല, അതിന് മുമ്പ് എന്തിനാ പറഞ്ഞു? എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ താമസിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അടിച്ചുറപ്പില്ലാത്തവരായ എതിർകക്ഷി എന്ന് പറയുന്ന ആള് എൻ്റെ അയൽവാസി തന്നെയാണ്. അപ്പോൾ അടിച്ചുറപ്പില്ലാത്ത ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡും അമ്മയും ഇല്ലാത്ത സമയം എൻ്റെ ഫോട്ടോ എടുക്കുകയും അടച്ചുറപ്പില്ലാത്ത ബാത്റൂമിൽ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ ഹസ്ബൻഡും അമ്മയും ഇല്ലാത്ത സമയത്ത് ആരോ വന്ന് ഫോട്ടോ എടുത്തു. അടച്ചുറപ്പില്ലാത്ത ബാത്റൂം അല്ലേ, അപ്പോൾ എങ്ങനെ ഫോട്ടോ എടുക്കും? ഇനിയിപ്പോൾ അടച്ചുറപ്പില്ലാത്തതാണെന്ന് പറയുമ്പോൾ നമ്മളൊരു സെൽഫ് സെക്യൂരിറ്റി എന്ന നിലയിൽ അത്യാവശ്യം അടച്ചൊക്കെ വെക്കത്തില്ലേ ആവശ്യങ്ങൾ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ വീടിന് പിറകുവശത്തുള്ള കിണറുണ്ട്. കിണറിൻ്റെ അവിടെ നിന്നാണ് നമ്മളൊക്കെ കുളിക്കുന്നത്. അപ്പോൾ ഒരു മാറ് കച്ച കെട്ടിയിട്ട് നിന്നിട്ടാണ് കുളിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഒരു ചെറിയ തുറന്നു കിടക്കുന്ന ഒരു കൊച്ചു കുളിമുറിയുണ്ട്. പുറത്ത് നിന്ന് കുളിക്കാം, അകത്ത് വേറെ ഉണ്ട്. പക്ഷെ പുറത്തുനിന്ന് കുളിക്കുമ്പോഴത്തേക്കുള്ള ഒരു സംഗതിയാണ്, അത് ഓപ്പൺ എയറാണ്. അവിടെയൊക്കെ നമ്മൾ കുറച്ച് സെൽഫ് അങ്ങനെയല്ലേ. ഈ ആറ്റിൻ്റെ വരുമ്പത്തൊക്കെ ഇന്ന് ആളുകൾ കുളിക്കുന്നുണ്ടല്ലോ. അടച്ചുറപ്പില്ലാത്ത ബാത്റൂമിനകത്തുനിന്ന് ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത എന്തോ ഒന്ന് ടാലിയാകുന്നില്ല. മേ ബി ഞാൻ സെക്യൂർ അത് നിങ്ങൾക്ക് തോന്നിയതാണ്. കേൾക്കാം. അതിനെ തുടർന്ന് ആരും ഇല്ലാത്തപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് അതിനെ കാണിച്ച് ആദ്യം പണം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ജോലിക്ക് പോകണില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞ് കാശ് മേടിക്കാൻ പറ്റത്തില്ല. അതിനെ തുടർന്ന് എൻ്റെ സമ്മതം ഇല്ലാതെ നിരന്തരം എന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. അതെങ്ങനെയാണ് ഇപ്പോൾ സമ്മതം ഇല്ലാതെ നിരന്തരം ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക? ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ള പോയിന്റ് എവിടെ നിൽക്കുന്നു, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ സമ്മതം ഇല്ലാതെ അതങ്ങോട്ട് തേലിയേങ്ങുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തെങ്കിലും അതിനെ തുടർന്ന് പിന്നെ പലതവണ എന്നെ പിടിക്കുകയായിരുന്നു. അതുകൂടാതെ അയാൾ പറയുന്ന പല ആൾക്കാരുമായിട്ടും ഞാൻ സെക്ഷുവലി നിൽക്കണം എന്നുള്ള രീതിയിൽ അയാളുടെ കൂട്ടുകാരായ രണ്ടുപേര് ഗുരുലാൽ ചിക്കുന്ന രണ്ടുപേരായിട്ടും പലതവണ എന്നെ സെക്ഷുവലി അതെ വീഡിയോ കാട്ടി വീഡിയോ ഫോട്ടോസും പുറത്ത് വിടുമെന്ന് പറഞ്ഞ് പലവട്ടം വീട്ടിൽ പറയാൻ പോകും. ഈ വീഡിയോ ഒന്നും അങ്ങേര് പറഞ്ഞു കൊടുക്കുന്നതിന് ആദ്യം അവൾ വീഡിയോ ഒന്നും അല്ല, ഫോട്ടോ ഒന്നും മാത്രമേ പറഞ്ഞോളൂ. ഇനിയിപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ അന്നേരം പുറത്തെങ്ങാനും പറയുകയോ വേറെ രീതിയിൽ എന്തെങ്കിലും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ പറഞ്ഞില്ല, പുറത്ത് പേടിച്ചിട്ട് അയാൾ. അതിനെ ചൊല്ലി പല രീതിയിലും പലതവണ എന്നെ ഇതേ തുടർന്ന് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. വളരെ ക്രൂരായിട്ട് തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ പലതവണ എന്തോന്നായ സമയത്ത് പറ്റത്തില്ലെന്ന് പറയുമ്പോഴും അങ്ങനെ ആദ്യം പണം ആവശ്യപ്പെട്ടു. പക്ഷെ എന്തെങ്കിലും കൊടുക്കാൻ പണമായിട്ടില്ലാത്തതൊന്നും വീട്ടിലും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ. അങ്ങനെ പറഞ്ഞത് ശാരീരികമായിട്ട് നിൽക്കണമെന്നുള്ള രീതിയിൽ. അതിനെ തുടർന്ന് പലതവണ എൻ്റെ സമ്മതം ഇല്ലാതെ തന്നെ ഫ്രീയായിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ കുറേ വിട്ട് ഇയാൾ ഉപയോഗിച്ചിട്ട് പിന്നെ ഇയാൾ കൂട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴും ശരീരം ഉപദ്രവിച്ചിട്ടാണ് പിന്നെ അതിലോട്ട് നിർത്തിയതും. ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിലെ ഹസ്ബൻഡ് ചിലപ്പോൾ വണ്ടി വേണ്ടി ചോദിക്കുമ്പോൾ അമ്മ കാണത്തില്ല, അല്ലെങ്കിൽ സന്ധ്യ കഴിയുമ്പോൾ ചിലപ്പം അമ്മ മാത്രമേ കാണത്തുള്ളൂ. ഞങ്ങൾ 2 റൂമിലായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ തൊട്ടയലത്ത് തന്നെ, അപ്പോൾ വരാനും പോകാനും ഒക്കെ എളുപ്പമാണ്.
അപ്പം തൊട്ടിപ്പുറത്ത് ബാത്റൂമും ഉണ്ട്. അവിടെ ആകുമ്പോൾ ആരും ശ്രദ്ധിക്കത്തുമില്ല. അങ്ങനെ വന്നിട്ട് പല രീതിയിലും പലതവണ ഇയാൾ ഫ്രണ്ട്സുമായിട്ടും ചിക്കു എന്ന് പറഞ്ഞ വ്യക്തി ഒറ്റ തവണയും ഈ ഗുല്ലാൽ എന്ന് പറഞ്ഞ വ്യക്തി 2-3 തവണയും, ബാക്കി കൂടുതൽ നമ്മളെ ടോർച്ച് ചെയ്തിട്ട് ഈ ഷാലെന്ന് പറഞ്ഞ അയാൾ. പിന്നീട് എപ്പോഴാണ് ഈ വിവരം പുറത്തു പറയാൻ തീരുമാനിക്കുന്നത്? പുറത്തു പറയുന്നത് വെച്ചാൽ ഇയാൾ പിന്നെയും മറ്റുള്ളവരായിട്ട് സെക്ഷുവലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളെ ശല്യം ഞാൻ കേസ് നിന്ന് ലീഗലി പോകാന്ന് പറഞ്ഞപ്പോൾ കേസ് കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ പുറത്ത് ഈ കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഇയാളുടെ ശല്യം സഹിക്കുക വരെയാണ് ഞാൻ പോയിസൺ കഴിക്കുന്നത്. പോയിസൺ കഴിച്ച് അവിടെ പിന്നെ വണ്ടാൻ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുമായിരുന്നു. അവിടെ നിന്ന് ഇന്നസെന്റ് വീട്ടിൽ നിന്ന് പോകുന്നതും പിന്നെ അതിനെ തുടർന്ന് ശല്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മറ്റുള്ളവർക്ക് ഇങ്ങനെ തെറ്റായ രീതിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ശല്യമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതിയായി പോയപ്പോൾ എന്താ സംഭവിച്ചത്? പരാതിയായിട്ട് ചെന്നപ്പോൾ പോലും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയാളെ കളക്കേസ് തൊട്ട് കാട്ട് ചെയ്യാൻ നോക്കുന്ന രീതിയിൽ അവരും ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലും രാവിലെ ഒരു 10 മണിക്ക് തന്നെ ഒരു 6:30 വരെ ഈ ഒരു കാര്യം പറഞ്ഞവരെ നിർത്തി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ തന്നെ കാരണം എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കും. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ തന്നെ 7-8 മണിയായി. ആ സന്ധ്യ വരെ ഞാൻ ഒറ്റയ്ക്ക് പോലും അവരെ അനുകൂലിച്ചാൽ ഞാൻ എന്തോ രീതിയിലായാലും പൈസ വാങ്ങാനുള്ള രീതിയിൽ അവരെ അനുകൂലിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പരാതി നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുള്ളത് മാത്രമായിരുന്നു? അതെ, ഇപ്പം എന്നെ പോലെ ഇപ്പോൾ ഞാനും ഇപ്പോൾ പറയാതിരിക്കുന്നത് എത്ര പെൺകുട്ടികൾ ഇപ്പോൾ പുറത്ത് പറയാതിരിക്കുന്നുണ്ട്. നാളെ ഈ മറ്റു പെണ്ണിൻ്റെ അവസ്ഥ എൻ്റെ ജീവിതവും വന്നിട്ട് ഞാൻ ഇങ്ങനെ നശിക്കുന്നില്ല. അയാൾക്ക് പ്രശ്നമില്ല, അയാൾക്ക് മാനിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ എൻ്റെ ജീവിതവും പോയി എന്നെ ശാരീരിക ഉപദ്രവത്തിൽ തക്കറാൻ നിങ്ങളെ എടുക്കണം അയാൾക്കെതിരെ. പോലീസ് സ്റ്റേഷന് മുമ്പിൽ പറഞ്ഞതിന് ശേഷം നിങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? വിളിക്കുക സംസാരിക്കും? ഇല്ല, അങ്ങനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതിന് മുന്നേ നമ്മുടെ കേസ് കൊടുക്കുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞ ഭയങ്കരമായിട്ട് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ശരീരം കഴിക്കാൻ പല കാര്യങ്ങളൊക്കെ ഒത്തിരി എന്നെ ചോദിച്ചിട്ടുണ്ട്. കുറേ ഇങ്ങനെ സൈസ് പിന്നെ അതിന് സെക്ഷലി നിർബന്ധിക്കുന്ന സമയത്ത് സമ്മതിക്കാതെ പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കുന്നുണ്ട്. കാലയിൽ അടിക്കുകയും അതായത് ഈ പെങ്കൊച്ചിന് അറിയാത്ത കാര്യം ആ മാങ്ങാമടവൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സംഗതി ഇതൊന്നുമല്ല, അയലുമൊക്കെ മരുന്ന് സ്ഥലം ചെറിയ ഡിങ്കോലാഫിയ ഉണ്ടായി കാണും. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ആ കൊച്ചിന് വലിയ ബുദ്ധവും ബോധമൊന്നും ഇല്ലാത്തതും അങ്ങനെ ആയിരിക്കും. ഏതായാലും ചെറുക്കൻ ചെയ്തത് തെറ്റാണ്. മാത്രമല്ല പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് കൂടെ ഉപയോഗിക്കാൻ വേണ്ടി തക്കവണ്ണം അവളെ പ്രിപ്പയർ ചെയ്ത് അവളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രൂരമായ കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് എനിക്ക് ജെന്യൂനിറ്റി ഇല്ല. അതുകൊണ്ട് ഈ കുട്ടി ചെയ്തത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. അതായത് ഇത്രയധികം കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പെൺപിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് തരാം. വളരെ നിസ്സാരമായ അഡ്വൈസാണ്, പ്രാവർത്തികമാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ഇഷ്യൂസൊക്കെ വരും. യെസ്, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. നിങ്ങളുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ബ്ലാക്ക് മെയിൽ സെക്ഷൻ ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അത്യാവശ്യം ക്യാമറ വെച്ചേക്കാം. ഈ സംസാരവും ബാക്കിയുള്ളത് ക്യാപ്ചർ ചെയ്യാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തവരാണെങ്കിൽ അത് ചെയ്യണ്ട. ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ അത് ക്യാപ്ചർ ചെയ്യുക. ഒരു പ്രാവശ്യം പോലും വശംവദയാകാതെ തന്നെ ഇത് സോൾവ് ചെയ്യാം. ഇവൻ വന്ന് നല്ല സൗകര്യത്തോടെ സമാധാനത്തോടു കൂടി നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ കൊച്ചുണ്ണിയെ വെട്ടി അങ്ങ് എടുക്കണം. നമ്മളുടെ വീട്ടിൽ വരുന്നവനായതുകൊണ്ടും നമ്മുടെ വീട്ടിൽ നമ്മുടെ ബെഡ്റൂമിനകത്ത് കയറി നമ്മളോട് അങ്ങനെ ചെയ്യുന്നതായതുകൊണ്ടും നമ്മൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. മനസ്സിലായോ? കേസിൽ നിന്ന് നമുക്ക് സിൻസാരമായിട്ട് ഊരിപ്പോരാൻ പറ്റും. ഇനി ഇവനുമായിട്ടൊരു മൽപ്പിടുത്ത യുദ്ധത്തിൽ തന്നെ നിങ്ങൾക്ക് അവനെ കൊല്ലേണ്ടി വന്നാൽ പോലും ഇറ്റ്സ് നോട്ട് ഒരു സീരിയസ് സാധനമല്ല. അപ്പോൾ പെൺകുട്ടികൾക്ക് അവരവരുടെ പവർ അറിയാത്തത് കൊണ്ടാണ് പല രീതിയിലും പോയി കുമ്പിട്ട് കുനിഞ്ഞ് നിന്ന് കൊടുത്ത് ഇങ്ങനത്തെ പല കോത്താഴത്തിലും പോകുന്നത്. ഈ പെങ്കൊച്ച് പറയുന്നതിനോട് ഭയങ്കര വിരുദ്ധാഭിപ്രായമാണ്. എനിക്കത് വിശ്വാസയോഗ്യമായിട്ട് തോന്നിയില്ല. പോലീസുകാർ പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം ഒരാളെ ഒരു വിട്ടായി ഭർത്താവിനോട് കാര്യം പറഞ്ഞൂടെ? ഭർത്താവ് പെട്ടെന്ന് കൈയൊഴിഞ്ഞ എന്താ, ഒന്നിൽ കൂടുതൽ പേരായിട്ട് അങ്ങനെ ഒരു കുത്തൊഴിഞ്ഞ സംഗതി അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പുള്ളിക്കാരത്തി ഉത്തരവാദിയല്ലേ? ഭർത്താവിനോട് ഒരു പ്രാവശ്യം ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യത്തോടെ അതിന് സൊല്യൂഷൻ പുള്ളി കണ്ടെത്തത്തില്ലേ? ഇപ്പോൾ എന്താ നടക്കുന്നത്? ഇയാളുടെ കയ്യിൽ ഉള്ള വീഡിയോസും പുറത്താകും. ഇയാളുടെ കയ്യിൽ വീഡിയോസ് ഇല്ല എന്ന് അവൻ പറയുന്നു. അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തെളിവിൽ ആ വീഡിയോസ് ഇതുവരെ റിക്കവർ ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഇവൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഐ ഡോണ്ട് നോ. പിന്നെ ഫോട്ടോസ്, എൻ്റെ പൊന്നു കൊച്ചേ, യൂട്യൂബിൽ ചുമ്മാ കുളിസീനെന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ഒരു 108 കുളിസീൻ ഇങ്ങനെ വരും. അതൊന്നും വേണ്ട, പോൺ സൈറ്റ് അവൈലബിൾ ആണ്. അതിനകത്ത് തന്നെ എക്കച്ചക്കം. ഇതൊന്നും വേണ്ടത്. ഇവിടുത്തെ കുറേ ആക്ടിവിസ്റ്റ് ഫെമിനിസ്റ്റുകൾ സ്വന്തം ഡ്രസ്സൂരി ഫോട്ടോയ്ക്ക് ഇത്ര രൂപ എന്ന ഡിമാൻഡിൽ ഇവിടെ വലിയ സൈറ്റുകൾ നടക്കുന്നത്. അപ്പോഴാണ് നിൻ്റെ ഒരു വാഴ. ഇത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റുന്ന സാധനം അല്ലാത്തതുകൊണ്ട് ഞാനിത് വിശ്വസിക്കുന്നില്ല. പക്ഷേ പ്രാക്ടിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തങ്ങളുടെ എന്തെങ്കിലും ഫോട്ടോസോ മറ്റോ, സിനിമകളിലൊക്കെ അത് കാണിക്കുന്നുണ്ട്, ഒരാൾ ഉടുപ്പ് മാറുന്നത്. നമ്മളുടെ കയ്യിൽ നിന്ന് വന്ന ഒരു അബദ്ധം, നമ്മൾ വിജിലൻ്റ് ആകാത്തതിന് കൊണ്ടുണ്ടായ ഒരു മിസ്റ്റേക്ക്, അതിൽ നമ്മളുടെ ഒരു ഫോട്ടോ പുറത്തേക്ക് പോയി. ഇനി ഫോട്ടോ എന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ കുളിക്കുന്ന സീനോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറുന്ന സീനോ ഒരു വീഡിയോ ആയിട്ട് പുറത്തേക്ക് പോയി. ഇറ്റ് ജസ്റ്റ് എ വീഡിയോ ഓൺലി മാൻ, നത്തിങ്. ഒന്ന് ലൂസായി എന്നുള്ള തെറ്റിദ്ധാരണ പോലും വേണ്ട.
തൃഷ നല്ലൊരു ആക്ട്രസ് ആയിരുന്നു. അവരെ ഹോട്ടലിൽ വെച്ച് അവർ ഡ്രസ്സ് മാറുന്ന സാധനം വീഡിയോ ആയി പുറത്തു വന്നു. അത് റിയലാണ്. അവൾക്കത് സമ്മതിക്കേണ്ടി പോലും വന്നു. എന്നിട്ടെന്താ, എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെ സ്പെഷ്യാലിറ്റിയും ഇല്ല. ഈ എന്തെങ്കിലും രീതിയിൽ വൾഗാരിറ്റി പറയുന്നവൻ്റെ അമ്മയ്ക്കും ഇതൊക്കെ തന്നെയാണുള്ളത്. ഇതിനേക്കാൾ ഉപരി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന പ്രൊഡക്ഷൻ ആ സാധനത്തിൽ കൂടെ തന്നെയാണ് പുറത്തേക്ക് ഓരോ കുട്ടികളും വരുന്നത്. റിയാലിറ്റി അതാണ്. നിസ്സാരമായ ഇത്തരം കാര്യങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് അവന്മാരുടെ വൾഗാരിറ്റിക്ക് നിന്ന് കൊടുത്തിട്ട് പിന്നെ കിടന്നുകൊണ്ട് എരവാദം പറയുന്നതിനോട് യോജിപ്പില്ല. അവളെ സമ്മതമില്ലാതെ എന്ന വേർഡേ തെറ്റാണ്. ബ്ലാക്ക് മെയിൽ ചെയ്തു, ബ്ലാക്ക് മെയിലിംഗ് കൂടെ അത് ചെയ്തു. ബ്ലാക്ക് മെയിൽ ചെയ്തു, ബ്ലാക്ക് മെയിലിംഗ് കൂടെ അത് ചെയ്തു. പക്ഷെ സമ്മതം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേസായിട്ട് കോടതി വരുമ്പോൾ അവരുടെ വക്കീൽ വാദിക്കാൻ പോകുന്നതിന് ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നത്. ബ്ലാക്ക് മെയിലിങ്ങിന് കേസ് വരും. കാരണം ഫോട്ടോ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് എന്നുള്ളതിന് ഇത് വരും. അതേസമയം ഇവർ തമ്മിൽ സെക്ഷൽ രീതി റേപ്പ് എന്നത് വരേയില്ല. ഇതിനകത്ത് റേപ്പില്ല. ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ രണ്ടുപേരുടെ സമ്മതപ്രകാരം നടത്തിയ സെക്സ്. പിന്നെ ഇവളെ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചു. വാവയൊന്നുമല്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് കൂടെയുണ്ട്, ഹസ്ബൻഡ് അമ്മയുണ്ട്. അമ്മയില്ലാത്ത സമയത്താണ് ഇങ്ങനെ സംഭവിച്ച. അയൽവക്കക്കാരനാണ്, അവൻ്റെ പേരൻസ് ഉണ്ട്. ഈ സ്വന്തം പേരൻറ്റിനോട് പറയാമെങ്കിൽ അവൻ്റെ പേരൻ്റെ അടുത്ത് പോയി പറയാമല്ലോ, ഇതേ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങളുടെ മകൻ്റെ കയ്യിൽ ഇതുണ്ട്. ഏതമ്മയ്ക്കാണ് മകൻ്റെ കയ്യിൽ ഇതുണ്ടെന്ന് പറഞ്ഞാൽ തിരുത്താൻ പറ്റാത്തത്? ഈ മാർഗങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതെ കുറേ നാൾ ഇതങ്ങോട്ട് സുഖിച്ച് അനുഭവിച്ചിട്ട് ഇപ്പോൾ എന്തോ ഒരു സാധനത്തിൻ്റെ പുറത്ത് പോയി ഇത് കൊടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി പണത്തിന് വേണ്ടിയിട്ടാണോ, അല്ലെ കൂടെ ആണോ, അത് ഹസ്ബൻഡ് കണ്ടുപിടിച്ച ഫ്രസ്ട്രേഷനാണോ, അവൻ സുഖമായി ജീവിക്കുന്നതിനുള്ള നിരാശയാണോ, അവനിനി മറ്റൊരു ബന്ധം കിട്ടാതിരിക്കാനുള്ള ഇതാണോ, അവൻ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരോട് പോയതാണോ എന്നുള്ളതൊക്കെ സത്യം പറഞ്ഞാൽ ഇവളെ പിടിച്ചൊന്ന് കുടഞ്ഞാൽ കിട്ടും. അത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഈ പെണ്ണെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പെണ്ണ് അങ്ങനെയൊന്നും സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അത് മറ്റുള്ളവർക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി. ഇനി റിയലായിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ അവരാരും എന്നെ തെറ്റിദ്ധരിക്കേണ്ട. നമുക്കിങ്ങനെ റിയലായിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കേണ്ട നടപടികളിൽ ആദ്യം അവൻ്റെ വീട് കണ്ടെത്തുക, അവൻ്റെ പേരൻസിനോട് പ്രത്യേകിച്ച് അവൻ്റെ അമ്മയോടോ സഹോദരിയോടോ ഈ വിവരം പറയുക. വെരി ബിഗിനിങ് അതാണ് ചെയ്യേണ്ടത്. അതിലും അവൻ ഒതുങ്ങുന്നില്ല, അവൻ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചാടിക്കിടക്കുന്ന അവന് പേരൻ്റ് ഇല്ല, അവന് റിലേഷൻഷിപ്പ് ആരുമില്ല എന്നുണ്ടെങ്കിൽ നേരെ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോവുക. എന്ത് തന്നെ ആയാലും ഫേസ് ഇറ്റ്. അല്ലാതെ നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒരു കോംപ്രമൈസിന് നിന്ന് കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ മിസ്യൂസ് ചെയ്യുക മാത്രമല്ല മറ്റുള്ളവർക്ക് പങ്കും വയ്ക്കും. അതൊരു ഫാക്റ്റാണ്. ധൈര്യസമേതം പോയി പറയുക, എന്തും നേരിടാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതിന് പറ്റുന്ന രീതി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ സ്വസ്ഥമായി ഒരു വീട്ടിലിരുന്ന് സുഖമായി തിന്ന് കുടിച്ച് ജീവിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നു. മലവെള്ളം വന്നാൽ വീട് ഇടിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾ എന്തോ ചെയ്യും? തലയ്ക്ക് മേലെ വെള്ളം വന്നാൽ അതിൻ്റെ മേളിൽ തോണി കെട്ടും. അത്രയേ ഉള്ളൂ. ഇതും കടന്ന് പോകും. ആളുകൾക്ക് സംസാരിക്കാൻ ഒരു വിഷയം അടുത്തത് കിട്ടുമ്പോൾ ഈ വിഷയവും അവർ ഇഗ്നോർ ചെയ്ത് മുൻപോട്ട് പോകും എന്നതിനപ്പുറം ഇതൊരു വലിയ സംഗതിയായിട്ടൊന്നും പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ ആരും ആരെയും ആക്രമിക്കില്ല. അവർക്കും വീട്ടിൽ കുടുംബവും കുട്ടികളും ബന്ധങ്ങളും ഒക്കെ ഉള്ളവർ ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരെ ഈ രീതിയിൽ എടുത്തു വെച്ച് അറുമാദിക്കത്തില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വ്യക്തിത്വം ഏറ്റവും വൃത്തികെട്ട വ്യക്തിത്വം ആയതുകൊണ്ടാണ്. സോ അങ്ങനെ നമ്മളെ കംഫർട്ട് ചെയ്തിട്ട് മുൻപോട്ട് പോകാൻ നോക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതിൽ 1% പോലും ഈ പെൺകൊച്ചിൻ്റെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും സപ്പോർട്ടാണോ അല്ലയോ എന്ന് അറിയത്തില്ല. എന്നാൽ ഒരു ഹസ്ബൻഡ് ഉണ്ട്, അമ്മയുണ്ട്, ആ പയ്യൻ്റെ വീട്ടുകാരുണ്ട്, അയൽപക്കമാണ്. വെരി ഈസി ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂവിന് ഇത്രയും വൾഗറാക്കി കുളിപ്പര സംഭവം ഭയങ്കര വേറൊന്നും അല്ലല്ലോ പിടിച്ചത്. കുളിപ്പരയ്ക്കകത്ത് കുളിക്കണതല്ലേ പിടിച്ചുള്ളൂ, വേറൊന്നുമില്ല. ഹസ്ബൻഡ് വൈഫും കിടക്കണതൊന്നും അല്ലല്ലോ പിടിച്ചത്, കുളിപ്പരയ്ക്കകത്ത് കുളിക്കണതല്ലേ. അത്രയും ഉണ്ടായിരുന്നുള്ളൂ. നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഒരു വിഷയമാണ് ഇത്രയും വലുതാക്കി ആക്കി. ഏതായാലും ഇപ്പോഴെങ്കിലും അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ആ പെൺകുട്ടിക്ക് തോന്നിയത് കൊണ്ട് കൊള്ളാം. ഈ കോന്തൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വന്നിട്ടുണ്ട്, ആളുകൾക്ക് മനസ്സിലായി എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നല്ലൊരു പ്ലസ് പോയിന്റ്. അത് ഞാൻ അവൾക്കൊരു ക്ലാപ്പ് കൊടുക്കുന്നു. പക്ഷേ ഈ രീതിയിൽ അവൾക്ക് ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അത്തരം സാധനങ്ങളൊക്കെ അവൾ തന്നെ വരുത്തി വെച്ച വിനയാണ്. പെൺകുട്ടികൾ ഒരിക്കലും ഇത് കോപ്പി ചെയ്യരുത്. തീർച്ചയായിട്ടും ആക്ഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും ചുറ്റുമുള്ളവർ. പറയുന്നവർ പറയട്ടെ. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് പീസ് ഓഫ് മൈൻഡാണ് വേണ്ടത്. അതിന് നമ്മൾക്ക് താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു കാര്യത്തിന് നമ്മൾ നിൽക്കില്ല എന്ന ഉറച്ച തീരുമാനം വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.